അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് നമ്മൾ ഫോഗ് ലൈറ്റ് ഫിക്സ് ചെയ്യാൻ പോകുന്നു. 2 സ്ഥലത്താണ് പ്ലാൻ ചെയ്തത്. ഒന്ന് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നേരെ അങ്ങോട്ടേക്ക് പോകും, ഇല്ലെങ്കിൽ നേരെ JC റോഡ് പോയിട്ട് അവിടുന്ന് എവിടെയും ചെയ്യും. അവിടെയാണല്ലോ നമ്മുടെ ബൈക്കിനും കാറിനൊക്കെ ഒരുപാട് ആക്സസറീസ് കിട്ടുന്ന ഒരു സ്ഥലം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നിരിക്കുന്നത് സോൾ റൈഡേഴ്സിലാണ്. ദൊഡ്ഡ ബാനസവാടി ഷോപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് ഷോപ്പ്. അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം ഉള്ളിൽ കയറിയിട്ട്. ഓക്കെ, സോ ഗൈസ്, ഇതാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. LGPയുടെ DK330. സോ ഈ ഒരു പ്രോഡക്റ്റിന് 6 months വാറൻറ്റി ഉണ്ട്, സെയിം ടു അതർ ചൈനീസ് ബ്രാൻഡ്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് നോക്കിയ സമയത്ത് റിസർച്ച് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ LGP വാങ്ങിച്ചിട്ടുണ്ട്, സെയിം പ്രോഡക്റ്റ് തന്നെ. പിന്നെന്ന് പറയുന്നത് HJGD ആണ്. അതേപോലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന മാഡ്ഡോഗ്. പിന്നെ മാഡ്ഡോഗ് അത്യാവശ്യം നല്ല പ്രൈസിങ് ഉള്ള സാധനമാണ്. അതേപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി അടിപൊളി തന്നെയാണ്. ബട്ട് LGP അതേപോലെ HJGD മോസ്റ്റ് ട്രെൻഡിങ്ങുള്ള സാധനമാണ്. യൂഷ്വലി എല്ലാ ആൾക്കാരും ബൈ ചെയ്യുന്നില്ല. സോ വി ക്യാൻ ട്രസ്റ്റ് ആൻഡ് ബൈ ദിസ്. ഇതാണ് കംപ്ലീറ്റ് വയർ ഹാർനസിങ് കിറ്റ്. ഡയറക്റ്റ് നമ്മുടെ ബാറ്ററിയിൽ കൊടുക്കുന്നു, അതേപോലെ ഫ്യൂസിലും പോകും. അത്രയേ ഉള്ളൂ. ഞാനെല്ലാം കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ നമുക്ക് 8 ക്ലാമ്പാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഗ്ലൗസ്, ബാഗ്സ്, ഹൈഡ്രേഷൻ ബാഗ്, ഹെൽമെറ്റ് എല്ലാം ഉണ്ട്. ഈ ഒരു സാധനം എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ്. അടിപൊളി സംഭവമാണ് ആക്ച്വലി ഇത്. പിന്നെ സെനയുടെ ഈ ഒരു സംഭവം കൂടെ വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇത് അടിപൊളി സംഭവമാണ്. ഫസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ക്ലാമ്പും എൻ്റെ ആ ഒരു ക്രാഷ് കാർഡിൽ ഫിക്സ് ചെയ്യുകയാണ്. ഫോഗ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു ഓക്സിലറി ലൈറ്റ് നമുക്ക് പറയാം. ചെയ്യാനുള്ള മെയിൻ കാരണം, കഴിഞ്ഞ തവണ മൂന്നാർ പോയ സമയത്ത് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമാണ്. നമുക്ക് നല്ല രീതിയിൽ ഒരു ഐബീമുള്ള ലൈറ്റ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഓഫ്കോഴ്സ് നമ്മുടെ നിയമപ്രകാരം കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഞാനത് ഓഫ്കോഴ്സ് കവർ ചെയ്യും എന്തായാലും. ഓക്കെ, കവർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇത് പ്ലഗ് ആൻഡ് പ്ലേ ആയതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇടാം, അല്ലാത്ത സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഉരു വെക്കാം. എത്രത്തോളം അത് പ്രാക്ടിക്കലി വർക്കാവും എന്നുള്ളത് എനിക്കറിയില്ല. ഇതാണ് കംപ്ലീറ്റ് സെറ്റ്. ഓക്കെ, നമ്മുടെ ലൈറ്റ് ഇതാണ്. അപ്പോൾ ഇത് വന്നിട്ട് സ്വിച്ച്. സോ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫിക്സ് ചെയ്ത ക്ലാമ്പിലേക്ക് ലൈറ്റ് ഫിക്സ് ചെയ്യാണ് 2 സൈഡിലേക്ക്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വയർ ഹാർനസിങ്ങിൻ്റെ പരിപാടി തുടങ്ങാൻ. വേറെ എല്ലാം മടക്കാകല്ലോ. അതായത് മിററിൻ്റെ ബോൾട്ട് ഊരിയിട്ട് വേണം ഇത് ഫിക്സ് ചെയ്യണം. കറക്റ്റ് നല്ല ക്ലീനായിട്ട് വയർ ഹാർനസിങ് ചെയ്യണം ഗൈസ്, അല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കണം. കറക്റ്റ് നമ്മുടെ ക്ലച്ചിൻ്റെ ഒക്കെ വയർ പോയ ആ ഒരു സെയിം റൂട്ടിലെടുക്കുന്ന ടൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതാകുമ്പോൾ ഒരു നല്ല വൃത്തി ഉണ്ടാവും കാണാൻ വേണ്ടി. സെറ്റായില്ല. ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വയർ കംപ്ലീറ്റ്ലി ഇത് ടക്കിങ് ചെയ്തിട്ട് ബാറ്ററിയിലേക്ക് ഡയറക്റ്റ്. ಗೊತ್ತಾಯ್ತು. അങ്ങനെ ഫിക്സിങ് പരിപാടികൾ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ വയർ കണക്ട് ചെയ്യാം. സോ കണക്ഷനും പരിപാടികൾ കഴിഞ്ഞു. ഇനി നമുക്ക് വയറൊക്കെ നല്ല കൃത്യമായിട്ടൊന്ന് ടക്കിങ് ചെയ്ത് അടിപൊളിയാക്കിയിട്ട് വേണം അടുത്ത നമുക്ക് ഇതിൻ്റെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെഗറ്റീവിൽ ഒരു കണക്ഷൻ കൊടുത്തു, പോസിറ്റീവിൽ ഒരു കണക്ഷൻ കൊടുത്തു. സോ ഈ ഒരു ഏരിയ നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ബാറ്ററിയും ഈ ഒരു വയർസുമായിട്ട് യാതൊരു രീതിയിലുള്ള ടച്ചിങ്ങോ ഷോർട്ട് സർക്യൂട്ടോ ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടി. ഊരി വെച്ച സാധനങ്ങളൊക്കെ തിരിച്ച് വെക്കാൻ പോകണം. ഓക്കെ, ഫിക്സിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അൺസ്ക്രൂ ചെയ്ത പരിപാടി സാധനങ്ങളൊക്കെ സ്ക്രൂ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ പോകണം ಸಂಭವ ಎങ്ങനെയാണെന്ന് അറിയാം. ಬಟ್ ಇದು ರೆಡ್ಡು ನಮ್ಗೆ ಆಫ್ ಮಾಡೋಕ್ಕಾಗಲ್ವಾ? ಲಾಂಗ್ ಪ್ರೆಸ್ ಆಗಿದ್ರೆ ಓಕೆ. ഓക്കെ, ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്ന് റെഡിയാക്കുവാണ്. അത് കറക്റ്റ് അലൈൻ ചെയ്ത് നിൽക്കുന്നുണ്ടോ എന്നുള്ളത്.
keep with you. If Ah. you want to adjust, you can do this. Okay. I'll give you everything in the bike. Okay. Turn on the bike, Okay. it will turn on the red lights. Okay. Red lights. If you want to turn off the left drive, long press this one. Okay. It will turn off. Okay. This one, single press, yellow. Yellow. Another press, Okay. white. Another press, white, yellow. White, yellow. If you long press this one, it will turn off. Okay. Single press this one, flash. Flash. This is hazard. Okay. One more flash, it will be flashing Okay. like this. Okay. And again, long press this one, it will turn off. Okay. Long press this, it will turn on the red lights. Okay. Again long press, it will turn off. Yes. Okay. ഗൈസ് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇപ്പം നിങ്ങൾ കാണുന്നത് സ്റ്റാർട്ടിങ്ങിലാണ്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റെഡ് ലൈറ്റ് കത്തും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യും. ഞങ്ങൾ അടുത്ത ഈ ഒരു ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ ഹസാർഡ് വരും. ഓക്കെ, അഗെയിൻ ഇത് ഞെക്കിക്കഴിഞ്ഞാൽ വൈറ്റ് കളർ. ഇത് കണ്ടിന്യൂസ് യെല്ലോ ലൈറ്റ് മാത്രം വരും. ഈസി ഇവിടെ ആക്സസിബിൾ ആണ്. ഓക്കെ, ഈ സംഭവം ഫോഗ് ലൈറ്റ് ഇൻസ്റ്റാളേഷൻ്റെ പരിപാടി അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം കണ്ടിട്ട് അത്യാവശ്യം ലുക്കും ഉണ്ട്, നല്ല എന്താ പറയുക, നല്ല ബ്രൈറ്റ്നസ്സും ഉണ്ട്. ഓക്കെ, നമുക്ക് വേണ്ടുന്നത് മെയിൻലി ഫോഗ് ലൈറ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ചില ഘട്ടങ്ങൾ നമുക്ക് എക്സ്ട്രാ ഒരു ലൈറ്റിൻ്റെ ആവശ്യമുണ്ട്, അതും ഇതിനകത്ത് കിട്ടുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാനിതിൻ്റെ ഫുൾ വീഡിയോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അതായത് ഞാനൊരു രാത്രി ആയി കഴിഞ്ഞിട്ട് അതിൻ്റെ കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് ഇപ്പം ചെറുതായിട്ടൊരു ഷോക്സ് എന്തെങ്കിലും വാങ്ങിച്ചു നോക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊന്ന് കവർ ചെയ്യണം. നമുക്കറിയാലോ അത് ഇച്ചിരി ഒരു പ്രശ്നമുള്ള പരിപാടിയാണ്. അതുകൊണ്ട് അപ്പോൾ അത്രയും ഇപ്പം പറയാനുള്ളൂ. ഇനി എനിക്ക് ഇവിടുന്ന് നേരെ JC റോഡ് പോകണം. വേറെയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ചിലപ്പോൾ ഇന്ന് പോകുന്നു. ഓൾമോസ്റ്റ് ഞാൻ ലേറ്റായി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ്. ഓക്കെ, സോൾ റൈഡേഴ്സ് തൊട്ട് മനസ്സുവാടി. അപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ വരാം. സോ ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് വണ്ടിയുടെ ഡീഫോൾട്ടായിട്ടുള്ള ലോ ബീം. ഓക്കെ, ഇനി ഇപ്പോൾ ഉള്ളത് ഡീഫോൾട്ട് ഹൈ ബീം. ഓക്കെ, അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LGPയുടെ മെയിൻ യെല്ലോ ലൈറ്റ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ലുക്ക്. ഇനി സെയിം വൈറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഇതും കൂടി ഓൺ ചെയ്ത്, ഇത് ഡീഫോൾട്ട്, രണ്ടും കൂടി ആകുമ്പോഴുള്ള ബീം കണ്ടോ, എന്താ ബ്രൈറ്റ്നസ്. ഓക്കെ, ഇനി അടുത്തൊരു സ്വിച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബ്ലിങ്കിങ് ആണ്. ഓക്കെ, അത് നമ്മൾ ഇത് വൈറ്റ് ഡിമ്മിങ്. ഓക്കെ, സെയിം ഇനി യെല്ലോ ഹസാർഡ്. അപ്പോൾ പിന്നെ അടുത്തുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു റെഡാണ്. ഈ ഒരു റെഡ് പ്ലസ് നമുക്ക് ബോത്ത് യെല്ലോ അതേപോലെ വൈറ്റ് മിക്സിങ് ഉണ്ട്. ഓക്കെ,